നാട്ടുകാർക്ക് മഹാവല്ലാത്ത എങ്ങാണ്ട് ചെക്കനിടുന്നത് മറ്റുള്ളവരുടെ വീട്ടിൽ കയറി അവര് ഇത് ഞാൻ പണ്ട് അവിടെ നിൽക്കുമ്പോൾ തന്നെ ഞാൻ അവരെ ഇടിച്ചു വായിച്ചു എന്നൊക്കെ പറഞ്ഞു മറ്റുപാടെ ഇരിക്കുമ്പോൾ അവരുടെ വീട്ടിൽ തന്നെ അങ്ങനെ കളിയാമോ ഇവിടെ നിന്നപ്പോഴും ഒരു സുരേഷ് ആ എന്തോ ആണ് ഏതോ ആർട്ടിസ്റ്റാണോ ആർട്ടിസ്റ്റ് ഒന്നും അല്ല ആർട്ടിസ്റ്റ് ഇവർക്കെല്ലാം ഈ സ്വഭാവം ഇൻഷുറൻസ് അറിയാമോ നമ്മളെ ഇതുപോലെ നമ്മുടെ ഞാൻ എൽ എൽ ഡിക്കാരില്ലേ MBA LLB ഒക്കെ പഠിച്ചതാണ് നമ്മളെവിടെ ജോലിക്ക് പോയാലും ഇങ്ങനെ ഇവന്മാർ കുറെ എല്ലാം നമ്മൾ പുറകെ വരിക ഒന്നും ശരിയായിട്ട് മാറിയില്ല നമ്മുടെ ജോലി ചെയ്യാൻ സംബന്ധിച്ച് നമ്മൾ സാലറി അതെല്ലാം ഇല്ലാതാക്കി വെച്ചിട്ട് അങ്ങനെ പല പല വേലകൾ ഇപ്പൊ നമ്മളെ കൊല്ലാനായിട്ട് നോക്കുക ഇങ്ങനെ മൂക്കിനകത്ത് ഒരു പുകയടിക്കുക അങ്ങനെയൊക്കെ കുറെ പരിപാടി അവരിവിടില്ല അവരെ ഞങ്ങൾ ഇവിടുന്ന് വന്നു ഇവിടെ കുറെ അയൽവക്കക്കാരുണ്ട് അവരായിട്ട് ചെയ്യുന്നത് കോഴിക്കോട് ടെക്നോളജിയെ കുറിച്ചൊക്കെ അറിയാമോ ആ ആ അറിയാമല്ലോ പൈസ പറ്റുന്നത് അങ്ങനെ പല പല വേലകളാണ് കോഴിക്കോടുള്ളത് അതുപോലെ കുറെ കോഴിക്കോട് ഇങ്ങനെ കുറെ വേലകളുമായിട്ട് കുറെ നമ്മുടെ ഇങ്ങനെ കുറെ എല്ലാം നമ്മുടെ വീട്ടിൽ വന്ന് കണ്ടാ ഇങ്ങനെ മതിലൊക്കെ ഇങ്ങനെ പൊക്കി ഇങ്ങനെ രണ്ടാൾ പൊക്കത്തിൽ ഇങ്ങനെ മതിലൊക്കെ വെച്ചിട്ട് അതിന് അപ്പുറത്ത് നടക്കുന്ന കാര്യം നമ്മൾ കാണരുത് നമ്മളെ കുറിച്ച് ആ അപ്പുറത്തൊക്കെ നടക്കുന്ന നാടകങ്ങൾ ഇങ്ങനെ ആ ഇങ്ങനെ നമ്മൾ എന്ന് വെച്ചാൽ നമ്മളെ കുറിച്ച് നാടകങ്ങൾ ഉണ്ടാക്കുക കുറെ ആണുങ്ങളെല്ലാം അപ്പുറത്തുള്ള വീടുകളിലൊക്കെ ഇങ്ങനെ വരിക എന്റെ അടുക്കലാണ് വരുന്നത് കുറച്ച് കഥകൾ ഉണ്ടാക്കുക ഇങ്ങനെ പല പല രീതിയിലുള്ള ഓരോന്നാണല്ലോ നമ്മളിത് കഥ ഗേറ്റൊക്കെ പൂട്ടിയിട്ടിരിക്കുക കഥ സമയം എന്നാൽ നമ്മുടെ വീട്ടിലോട്ട് എന്തോ സമുദായം തന്നെ ഇങ്ങനെ ആയിരിക്കും സമുദായത്തിൽ കുറെ ആണുങ്ങൾ വന്ന് അങ്ങനെ കയറിയിരിക്കുക നിങ്ങളുടെ സമുദായം ഏതാ ഇത് അവിടെ നിങ്ങളുടെ SNDP രാവിലെ അവിടെയൊക്കെ രാപ്പകൽ ആളുകൾ ഇങ്ങനെ ഇരിക്കുവാണോ അവിടെ ഇരിക്കുകയാണോ എന്തേലും ആവശ്യം ഉണ്ടെങ്കിലല്ലേ ഇവിടെ അങ്ങനല്ല ഇവിടെ ഇവന്മാർക്ക് ഇങ്ങനെ തുറന്നു വെച്ച് രാവിലെ ഇരിക്കുക രാവിലെ പൂജ വൈകിട്ട് പൂജ പറയാൻ വരിക ഇങ്ങനെ അതിനകത്ത് ജോലി എന്നും കുറെ മൈക്കിൽ വെച്ച് 41 ദിവസം മൈക്കിന്റെ ബഹളമായിരുന്നു ഇപ്പൊ ഇന്നും മൈക്കിന്റെ ബഹളമാണ് അവിടെ വല്ല ഇതുവല്ലോ ഉണ്ടോ
അതാ അതാ ഇവിടെ 41 ദിവസം ഇങ്ങനെ ഈ മൈക്കിന്റെ ശല്യം പിന്നെ കുറെ ഇങ്ങനെ കയറി ഇരിക്കുക. എനിക്കറിയാം അവിടെ ഒന്നും കാണത്തില്ല. ഇവിടെ അടുത്തുള്ള SNDP-കളിലൊന്നും ഇല്ല. ഇവിടെ ഇങ്ങനത്തെ ഇതാ SNDP-ക്കകത്ത് കുറെ എണ്ണം കയറി വന്നിരിക്കുക. വലിയ വിശേഷങ്ങളാണ്. മൈക്കിന്റെ ബഹളമാണ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ മൈക്ക്. എനിക്കറിയാം ആ സൈഡിലെങ്ങും ഇതില്ലെന്നുള്ളത്. അതാ ഇങ്ങനെ കുറെ ആണുങ്ങളും പെണ്ണുങ്ങളും വന്നിരിക്കുക. ചോദിക്കാനും പറയാനും ഒന്നും ഇവിടെ ഒന്നും ആരും ഇല്ല. ഇതിനെല്ലാം സപ്പോർട്ടാ. എനിക്കറിയാം അവിടെ ഒന്നും അങ്ങനത്തെ ഒന്നും ഇല്ലെന്നുള്ളത്. അവിടെ ഒന്നും ഒരു ദേശത്തും ഇങ്ങനത്തെ കോപ്രായങ്ങളൊന്നും കാണത്തില്ല. രാവിലെ വിളക്ക് കത്തിക്കുകയാണെങ്കിൽ രാവിലെ ഒരു 6 മണിയാകുമ്പോഴേ മൈക്ക് വേണം. അപ്പൊ ഒരു 5 മണിയാകുമ്പോഴേ ഒരാൾ കേൾക്കുന്നുണ്ടാവും. 6 മണിയാകുമ്പോഴേ മൈക്ക് വേണാവില്ല. എന്നിട്ട് പിന്നെ പറയാനാണെങ്കിൽ ഈ SNDP-യെ കുറിച്ച് പറഞ്ഞാൽ ഒത്തിരി പറയാനുണ്ട്. മൈക്കിന്റെ ഇത് ഭയങ്കര ശല്യമായി ഇവന്മാരെ കൊണ്ട്. ഇങ്ങനെ പിന്നെ കുറെ ആണുങ്ങൾ ഇങ്ങനെ നടക്കുക, കുറെ 80-ന്റെ ഇവരെല്ലാം ഇങ്ങനെ നമ്മുടെ രക്ഷകർത്താവാണ് നടക്കുക. ഇവന്മാരാണ് നമ്മുടെ രക്ഷകർത്താവാണ്. ഇങ്ങനെ ശല്യമായി ഇവന്മാരെ. എന്തോ കുഴപ്പമൊന്നുമില്ല. അമ്മയ്ക്ക് ഒരു കുഴപ്പവും ഇല്ല. ഇവിടെ ഉണ്ട്. എന്റെ അമ്മയാണ്ട് അപ്പുറത്തൊരു ഇതിനോട് ചേർന്ന ഒരു പുരയുടെ ഉണ്ട്. ഇവിടെ തന്നെ ചേർന്ന് അവിടെ അമ്മയോട് പറയാൻ വിളിക്കാൻ. ആ ആ പറയാം എന്റെ അമ്മ. അമ്മ വരുമ്പോഴേ പറയും കേട്ടോ. അമ്മ ഇപ്പം വരും കുളിക്കാനൊക്കെ നേരമായില്ല. കേട്ടോ ഒന്നുമില്ല. നമ്മുടെ പുരയുടെ കാട് കളയും. അമ്മയ്ക്ക് വന്നിട്ടുള്ളതാണ്. ഇല്ലില്ല. അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല. വയ്യായികയൊന്നുമില്ല. ആ 88 വയസ്സുണ്ട്. കുഴപ്പമൊന്നുമില്ല. കോച്ചയൊക്കെ പഠിക്കുമ്പോൾ കൈയൊക്കെ അനങ്ങുന്നതേ നല്ലതില്ലേ. ദീപ മൂത്തത്. ആ വന്നായിരുന്നു. ആ ആ ആ ആ ആ ആ ശരി.